പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ വസിയ്യത്തിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട് 180 വചനത്തിൻ്റെ തഫ്സീറിൽ അതിലെ പ്രയോഗങ്ങളെയാണ് വിശദീകരിച്ച് മനസ്സിലാക്കി വരുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒപ്പം ആയത്തിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അത് ദുർബലമാക്കപ്പെട്ട വിധിയാണോ അതല്ല ആയത്ത് പ്രത്യേകമാക്കപ്പെട്ട വിധിയാണോ എന്ന മസ്അലയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് എഴുതുക എന്നുള്ളത് നിർബന്ധമാക്കി, കുതിബ അലൈക്കും എന്ന പ്രയോഗത്തിലൂടെ. അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുകയും അത് അനിവാര്യതയും അപ്രകാരം ഒരു കടമയാണെന്നതും ഉണർത്തിയാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന്. വസിയ്യത്ത് കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഹഖ്ഖൻ അലൽ മുത്തഖീൻ തഖ്വയുള്ള ആളുകളുടെ മേൽ ഒരു കടമയായ നിലക്ക്, ബാധ്യതയായ നിലക്ക്, അനിവാര്യമായ ഒരു വിധി എന്ന നിലക്ക്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ തഅ്കീദുൽ ലിൽ കിതാബ ബിഅന്നഹ അംറുൻ സാബിതുൻ ലാ യസൂഗു തസാമഹു ഫീഹി ബിവജ്ഹിൻ മാ. അങ്ങനെയാണ് ചില തഫ്സീറുകളിൽ. വസിയ്യത്ത് അതിൻ്റെ വിധി അത് നിർബന്ധമെന്നത് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നിലക്കും അതിൽ തസാമഹ് വിട്ടുവീഴ്ച സംഗതമല്ല, യോജിച്ചതല്ല എന്നാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് എന്നുള്ളതാണ്. ഹഖ്ഖൻ അൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ഫസിയാദത്തുൻ ഫീ തൗകീദ് വുജൂബിഹി. വസിയ്യത്ത് നിർവഹിക്കൽ, ഈസാ അത് നിർബന്ധമാണ് എന്നതിനെ ബലപ്പെടുത്തുന്നതിൽ ഒരു അധിക പ്രയോഗം കൂടിയാണ് ഇവിടെ. കുതിബ അലൈക്കുമുൽ വസിയ്യ എന്ന് പറഞ്ഞാൽ തന്നെ അത് വുജൂബിനെ അറിയിച്ചു, നിർബന്ധത്തെ അറിയിച്ചു. പക്ഷേ ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ഈ പ്രയോഗം അത് ഒന്നുകൂടി ബലപ്പെട്ടു എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഉഹഖു ദാലിക ഹഖ്ഖൻ, അതാണ് അവിടെ ഉദ്ദേശമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്ഥിരപ്പെടുത്തുന്നു, മുത്തഖീങ്ങളുടെ മേൽ ഒരു ബാധ്യതയായി, ഒരു കടമയായി എന്ന ആശയത്തിലാണ് ഈ പ്രയോഗം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന് പ്രയോഗിച്ചപ്പോൾ തഖ്വ എല്ലാ വിശ്വാസികൾക്കും അത്യന്താപേക്ഷിതവും അനിവാര്യവും അടിസ്ഥാനവുമായി ഉണ്ടാകേണ്ട സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വസിയ്യത്ത് ബാധകമാണ്. തഖ്വയുള്ളവർക്ക് മാത്രം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആരെങ്കിലും ഒഴിവാണെന്ന് ധരിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എല്ലാ മുസ്ലിമിൻ്റെയും മേൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിർബന്ധമാണല്ലോ. ഈ ഹഖ്ഖൻ അലൽ മുത്തഖീൻ ഈ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വേറെയും വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് മതാഉമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ അവിടെ വരും. വലിൽ മുത്തല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഈ വിവാഹമോചിതക്കുള്ള മതാ, അത് നമ്മളിവിടെ വസിയത്തിൻ്റെ വിഷയത്തിൽ പഠിച്ചതുപോലെ തന്നെ അള്ളാഹു പറയാണ് വലിൽ മുത്തല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഹഖ്ഖൻ അലൽ മുത്തഖീൻ. മതാ എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. അതിനെക്കുറിച്ച് മറ്റൊരായത്തിൽ പറഞ്ഞപ്പോൾ വമത്തിഊഹുന്ന അലൽ മൂസിഇ ഖദറുഹു വഅലൽ മുഖ്തിരി ഖദറുഹു മതാഅൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ എന്നാണ് പ്രയോഗിച്ചത്. ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ മതാവിൻ്റെ വിഷയത്തിൽ. അതേപോലെ ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന് മറ്റൊരായത്തിൽ പറഞ്ഞു. ഹഫ്സ് ബിനുൽ മുഗീറ ഭാര്യ ഫാത്തിമ ബിന്ത് ഖൈസിനെ തലാഖ് ചൊല്ലി. അങ്ങനെ ഫാത്തിമ ബിന്ത് ഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഹഫ്സ് തന്നെ വിവാഹമോചനം നടത്തിയ വിഷയം പറയുകയുണ്ടായി. ഹഫ്സിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മത്തിഅഹ, അവർക്ക് മത്താഴ് നൽകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹഫ്സ് ബിൻ മുഗീറ പറഞ്ഞു ലാ അജിദു മാ ഉമത്തിഉഹ, അവർക്ക് മത്താഴ് നൽകാൻ ഞാനൊന്നും കാണുന്നില്ല, സ്വത്തൊന്നുമില്ല എന്ന് പറയണം.
അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ലാബുദ്ദ മിനൽ മത്താ നൽകിയേ മതിയാകൂ. അത് അത്യന്താപേക്ഷിതാണ്. മത്തിഅഹ വലൗ നിസ്ഫ സാഇ മിൻ തംർ, അര സാഅ് കാരക്കെങ്കിലും മത്താവ് കൊടുക്കണം. മത്താവ് അനിവാര്യമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മത്താവിനുള്ള സ്ഥാനം, പ്രാധാന്യം അതാണ് അറിയിക്കുന്നത്. മത്താവിൻ്റെ വിഷയത്തിൽ പറഞ്ഞ പ്രയോഗം അതേ പ്രയോഗമാണ് വസിയ്യത്തിൻ്റെയും വിഷയത്തിലുള്ള പ്രയോഗം. മത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹക്കൻ അലൽ മുത്തഖീൻ, ഹക്കൻ അലൽ മുഹ്സിനീൻ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഹക്കൻ അലൽ മുത്തഖീൻ എന്ന് വസിയ്യത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു. ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് വസിയ്യത്തിൻ്റെ വിഷയത്തിലുള്ള വസിയ്യത്തിനെ ഹക്കൻ അലൽ മുത്തഖീൻ എന്ന പ്രയോഗം കൊണ്ട് ആയത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചത്? അത് വസിയ്യത്തിൽ ആളുകൾ അമാന്തിക്കാൻ പാടുള്ളതല്ല. വസിയ്യത്തിൻ്റെ വിഷയത്തിൽ അലംഭാവവും അലസതയും പിൽക്കാലങ്ങളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സാർവത്രികമായി അള്ളാഹു ഹിദായത്ത് നിശ്ചയിച്ച പരിമിതം ആളുകളിലൊഴികെ മുസ്ലിമീങ്ങൾ പൊതുവെ വസിയ്യത്തിൻ്റെ വിഷയത്തിൽ ഒരു അശ്രദ്ധ എന്ന പോലെ വർത്തിച്ചു. പക്ഷേ ഇസ്ലാമിൽ എത്ര പ്രാധാന്യമാണ് വസിയ്യത്തിന് പറയപ്പെട്ടത്. അനന്തരാവകാശ നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടതുപോലെ വസിയ്യത്തിൻ്റെ വിഷയങ്ങളും പഠിപ്പിക്കപ്പെട്ടു. നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യം കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന ആ വിധി പറയവേ പറഞ്ഞിട്ടുണ്ട്. അനന്തരാവകാശ വിധികളുമായി ബന്ധപ്പെട്ട പ്രതിപാദ്യങ്ങൾ വിശുദ്ധ വചനങ്ങളിൽ വന്നതിലേറെ വന്ന് വസിയ്യത്തിൻ്റെ വിഷയത്തിൽ എത്ര ആയത്തുകളിൽ. പക്ഷേ അതിലുണ്ടായ ആളുകളുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ അതിന് വേണ്ട ഗൗരവം കാണായ്മ, അതിനാൽ ദീൻ വരെ പല വിഷയത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ പൗത്രൻ്റെ സ്വത്താവകാശം, പൗത്രിയുടെ സ്വത്താവകാശം, പിതാമഹൻ ജീവിച്ചിരിക്കെ പിതാവ് മരണപ്പെട്ടിട്ടെങ്കിൽ പൗത്രന് അതുപോലെ തന്നെ പൗത്രിക്ക് ഉള്ള സ്വത്തിൻ്റെ വിഷയം, സ്വത്ത് ലഭിക്കുന്ന അനന്തരമായി ലഭിക്കുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ അനന്തരമായി ലഭിക്കാത്ത അവസ്ഥകൾ വരുന്നത്, നമ്മളൊരു ഉദാഹരണം എഴുതിയാൽ, ഇപ്പോൾ ഒരു പിതാവ് അതേപോലെ തന്നെ ഒരു മകൻ, പിന്നെ ഒരു മകൻ്റെ മകൻ, ഈ പിതാവ് ജീവിച്ചിരിക്കെ ഒരു മകൻ മരിച്ചിട്ടുണ്ട്. ആ മകൻ്റെ മകൻ ഉണ്ട്, മകനും ഉണ്ട്. ഇവിടെ ഈ പിതാവിൻ്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ മകൻ സ്വത്ത് എടുക്കും മുഴുവൻ. അനന്തരാവകാശ നിയമപ്രകാരം മകൻ്റെ മകൻ സ്വത്ത് തടയപ്പെടും, പൗത്രന് സ്വത്ത് തടയപ്പെടും. പക്ഷേ ഇസ്ലാമിൽ അനന്തരമായിട്ട് മാത്രമല്ല സ്വത്ത് നൽകപ്പെടുക, അനന്തരമായി സ്വത്ത് നൽകപ്പെടുന്ന വിഷയമുണ്ട്. അതേപോലെ വസിയ്യത്തായിട്ട് സ്വത്ത് നൽകപ്പെടുന്ന വിഷയമുണ്ട്. വസിയ്യത്തല്ലാത്ത നിലക്ക് സ്വത്ത് നൽകുന്ന വിഷയങ്ങളുമുണ്ട്. ഇവിടെ ഈ മകൻ്റെ മകൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഇത് പിതാമഹനാണ്, വലിയപ്പയാണ്. ഇദ്ദേഹം ഈ പേരക്കുട്ടിക്ക് വസിയ്യത്ത് ചെയ്തിരുന്നുവെങ്കിൽ എത്ര അളവ് സ്വത്ത് കിട്ടും? 1/3 വരെ വസിയ്യത്ത് ചെയ്യാം, 1/3 വരെ വസിയ്യത്ത് ചെയ്യാം. അപ്പോൾ ഈ പിതാമഹൻ്റെ സ്വത്തിൻ്റെ 1/3 വസിയ്യത്തിൻ്റെ എങ്കിൽ ഒരു ഭാഗം ഈ മകൻ്റെ മകനും 2 ഭാഗം നേരെ മകനും ലഭിക്കും സ്വത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് നിർബന്ധമാക്കി ഇത്തരം കേസുകളിൽ ആദ്യകാലത്ത്. പിന്നീട് നിർബന്ധ വിധി എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വസിയ്യത്തിൻ്റെ പ്രാധാന്യം ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി. ഹക്കൻ അലൽ മുത്തഖീൻ, ഈ പിതാമഹൻ തഖ്വയുള്ള മനുഷ്യനാണോ, തഖ്വ മുറുകെ പിടിക്കുന്നവനാണ്, തഖ്വ അയാളുടെ ജീവിതത്തിൻ്റെ മേൽവിലാസമാണോ എങ്കിൽ അയാൾ ഈ പൗത്രനെ വസിയ്യത്ത് കൊണ്ട് പരിഗണിക്കേണ്ടതുണ്ട്. അത് അയാളുടെ മേൽ കടമയാണ്, ബാധ്യതയാണ്. അനന്തരാവകാശത്തിലൂടെ മകൻ ഈ വ്യക്തിയെ സ്വത്തിൽ അനന്തരമെടുക്കുമ്പോൾ വസിയ്യത്തിലൂടെ ഈ പേരമകൻ പൗത്രൻ പിതാമഹനെ അനന്തരമെടുക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ സ്വത്തിൽ അവകാശിയാകുന്നു എന്നുള്ളതാണ്. നല്ല ഒരളവ് സ്വത്ത് ഈ പൗത്രന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തിയ ഒരു വിഷയം, അതിൽ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ചില അശ്രദ്ധകൾ, അത് കാരണത്താലാണ് പൗത്രന്മാരുടെയൊക്കെ വിഷയത്തിൽ സ്വത്തോഹരിയില്ല എന്ന നിലക്കുള്ള ബഹളങ്ങളും ഇസ്ലാമിനെക്കുറിച്ചുള്ള നിരൂപണങ്ങളും വിഷയങ്ങളുമൊക്കെ
തൽപരകക്ഷികൾ സജീവമാക്കിയത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അനന്തരാവകാശ നിയമത്തിലും വസിയ്യത്തിൻ്റെ വിഷയത്തിലും മറ്റു സദഖകളുടെ വിഷയത്തിലുമൊക്കെ ആളുകൾ യഥാവിധം പിൻപറ്റിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു വിമർശനം അതിനൊരു പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല, അതിന് തൽപരകക്ഷികൾക്ക് അവസരവും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സന്ദർഭോചിതമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് എന്താണ് നിർബന്ധമാക്കപ്പെട്ടത്? അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഉള്ള വസിയ്യത്താണ് നിർബന്ധമാക്കപ്പെട്ടത്. ആ നിർബന്ധമാക്കപ്പെട്ട വിധി അത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? അതല്ല, ആ വിധി ദുർബലപ്പെടുത്താതെ പരിമിതപ്പെടുത്തുക മാത്രമാണോ ചെയ്തത് എന്ന് പറഞ്ഞാൽ, വസിയ്യത്ത് കൊണ്ടുള്ള നിർബന്ധ വിധി അനന്തരമെടുക്കാത്ത മാതാപിതാക്കൾ, അനന്തരമെടുക്കാത്ത അടുത്ത ബന്ധുക്കൾ, അവരിൽ പരിമിതപ്പെടുത്തി അനന്തരമെടുക്കുന്ന മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും അവർക്ക് അനന്തര സ്വത്ത് നൽകുക. ഇതാണ് പരിമിതപ്പെടുത്തൽ. സ്വത്ത് അനന്തരമെടുക്കുന്നവർക്ക് വസിയ്യത്ത് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും സ്വത്ത് അനന്തരമെടുക്കുന്നവരാണ് എങ്കിൽ അവർക്ക് വസിയ്യത്ത് ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ കുതിബ അലൈക്കും എന്നുള്ള ഈ വിധി അനന്തരമെടുക്കുന്നവർക്ക് ബാധകമല്ല. ഇത് അനന്തരമെടുക്കാത്ത മാതാപിതാക്കളുണ്ട് എങ്കിൽ, അടുത്ത ബന്ധുക്കളുണ്ട് എങ്കിൽ അവർക്ക് പ്രത്യേകമാണ്. ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം. അപ്പോൾ ആയത്തിൽ ദുർബലത, വിധിയെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് അത് വന്നിട്ടില്ല. ആയത്തിൻ്റെ വിധി അത് തഖ്സീസ്, പ്രത്യേകമാക്കപ്പെടുകയാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം, ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ അഭിപ്രായക്കാരാണ്. ഈ ആയത്തിൻ്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലപ്പെടുത്തപ്പെട്ടു. അതെങ്ങനെ? നമ്മുടെ ഈ ആയത്ത് കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന ആയത്ത്. ഈ ആയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഓതിയിട്ട് അദ്ദേഹം പറഞ്ഞു, കാനൽ മാലു ലിൽ വലദി വകാനത്തിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ. ഒരു വ്യക്തിയുടെ സ്വത്ത് അത് അയാളുടെ മക്കൾക്കായിരുന്നു. കാനൽ മാലു ലിൽ വലദ് വകാനത്തിൽ വസിയ്യത്തു, വസിയ്യത്തായിരുന്നു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ വസിയ്യത്ത് അതിലൂടെയായിരുന്നു സ്വത്ത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും. വസിയ്യത്തില്ലെങ്കിലോ സ്വത്ത് മുഴുവൻ ആർക്കായിരുന്നു? മക്കൾക്കായിരുന്നു. ഹത്താ നസഖത്ഹ ആയത്തുൽ മീറാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ്, ആയത്തുൽ മീറാസ് ഈ ആയത്തിനെ അല്ലെങ്കിൽ ഈ വിധിയെ നസ്ഖ് ചെയ്യുന്നത് വരെ, ദുർബലപ്പെടുത്തുന്നത് വരെ. ആയത്തുൽ മീറാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്തുൻ നിസായിലെ 12-13 ആയത്തുകൾ പോലുള്ള ആയത്തുകൾ. യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുൽ മീറാസ്, അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്നത് വരെ. അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ അതിൽ മക്കൾക്കുള്ള സ്വത്തോഹരിയെക്കുറിച്ച് പറയുന്നുണ്ട്, മാതാപിതാക്കൾക്കുള്ള സ്വത്തോഹരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അനന്തരമായി കിട്ടുന്ന സ്വത്തോഹരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയത്ത് ഇറങ്ങുന്നത് വരെ ഇങ്ങനെയായിരുന്നു, വസിയ്യത്തിലൂടെ ആയിരുന്നു മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും സ്വത്ത്. അതില്ല എങ്കിൽ മക്കൾക്കായിരുന്നു സ്വത്ത് മുഴുവൻ. പക്ഷേ ആയത്തുൽ മീറാസ് സൂറത്തുൻ നിസായിൽ അവതരിപ്പിച്ചപ്പോൾ ആ ആയത്ത് ഈ ആയത്തിനെ ദുർബലപ്പെടുത്തി, നസ്ഖ് ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആയത്തുൽ മീറാസ് ഇറങ്ങിയതോടുകൂടി, സൂറത്തുൻ നിസായിലെ ആയത്ത് ഇറങ്ങിയതോടുകൂടി ഫജഅലല്ലാഹു ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ആൺകുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പെൺകുട്ടിക്ക് തുല്യമായ ഓഹരിയെ നിശ്ചയിച്ചു. വജഅല ലിൽ അബവൈനി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസ്, മാതാപിതാക്കൾ, അബവൈൻ എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും 1/6 നിശ്ചയിച്ചു. വജഅലൽ മർഅതി അസ്മുന വറുബഅ, ഒരാളുടെ ഭാര്യ അതിന്
8-1 അല്ലെങ്കിൽ 4-1. വലിസൗജ്, ഒരു പെണ്ണ് മരിച്ചു, അവളുടെ ഭർത്താവിന് അശ്ശത്ര വറുബ, പകുതി അല്ലെങ്കിൽ 4-1 നിശ്ചയിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഈ ആയത്ത് കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് അൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ എന്ന നമ്മുടെ ഈ ആയത്ത് അത് നസ്ഖിന് വിധേയമാക്കപ്പെട്ട ആയത്താണ്. ആദ്യം അങ്ങനെയായിരുന്നു, വസിയത്തിലൂടെ ആയിരുന്നു മാതാപിതാക്കൾക്ക് സ്വത്ത്, അടുത്ത ബന്ധുക്കൾക്ക് സ്വത്ത്. പക്ഷേ അതിനെന്ത് ചെയ്തു, പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടു. അപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തിക്ക് ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ആദ്യകാലത്ത് സ്വത്ത് മക്കൾക്കായിരുന്നു, മാതാപിതാക്കൾക്ക് വസിയത്തിലൂടെ അങ്ങനെയായിരുന്നു, വസിയത്തിലൂടെ ആയിരുന്നു സ്വത്ത്, വസിയത്ത് നിർബന്ധമായിരുന്നു. പക്ഷേ പിന്നീട് സൂറത്തുൻ നിസായിൽ ആയത്തിറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഈ വിധി ദുർബലപ്പെടുത്തപ്പെട്ടു. മാതാവിന് 6-1, പിതാവിനും 6-1, മക്കൾക്കോ ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, പെണ്ണിൻ്റെ ഇരട്ടി ആണിന്. അപ്പോൾ പെണ്ണിന് അര ഓഹരിയാണെങ്കിൽ ആണിന് അതിൻ്റെ ഇരട്ടി 1 ഓഹരി, ഇങ്ങനെ സ്വത്ത് നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ അയാളുടെ സ്വത്ത് 6 ആണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ 600 അല്ലെങ്കിൽ 6000 എന്ന് വയ്ക്കുക. അപ്പോൾ 6-1 1000, അയാളുടെ പിതാവിന് 6-1 1000, അയാളുടെ മാതാവിന് ബാക്കിയുള്ളത് 3 ഓഹരി വെച്ച് ഇരട്ടി ഈ മകന് കൊടുക്കും, മകൻ്റെ പകുതി സ്വത്തോഹരി ഈ മകൾക്ക് കൊടുക്കും. ഇങ്ങനെയാണ് ഉണ്ടായത്. ഇതാണ് ആര് പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഒരു വ്യക്തി മരണപ്പെട്ടു, ഇനി അയാളുടെ ഭാര്യ ഉണ്ടെങ്കിലോ, ഭാര്യ ഉണ്ട് എങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തിക്ക് മക്കളുണ്ട് എങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൻ്റെ 8-1 ഭാര്യയ്ക്ക്, മക്കളില്ല എങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൻ്റെ 4-1 ഭാര്യയ്ക്ക്. ഇനി ഒരു മഹദി മരണപ്പെട്ടു, ആ മഹദിക്ക് മക്കളുണ്ട് എങ്കിൽ ഭർത്താവിന് 4-1, മക്കളില്ല എങ്കിൽ ഭർത്താവിന് ഷത്തർ എന്ന് പറഞ്ഞാൽ പകുതി. ഇങ്ങനെ സ്വത്തോഹരി അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു എന്നാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്താ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഈ വചനം അത് നസ്ഖ് മതവിധി എടുക്കപ്പെട്ട ദുർബലമാക്കപ്പെട്ട വചനമാണ്. നസഖത്ത് ആയത്തുൽ മീറാസ്, നമ്മുടെ ഈ ആയത്തിനെ മീറാസിൻ്റെ ആയത്ത്, സ്വത്താനന്തരം കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സൂറത്തുൻ നിസായിലെ ആയത്ത് നസ്ഖ് ചെയ്തിരിക്കുന്നു, ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേപോലെയാണ് ഖതാദ ഇബ്നു ദഅമ അസ്സുദൂസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ഈ വിശുദ്ധ വചനം കുതിബ അലൈക്കും എന്ന് തുടങ്ങിയിട്ടുള്ള വചനം, ആ വിഷയത്തിൽ അദ്ദേഹം പറയുകയാണ്, ഉമിറ അൻ യൂസിയ ലിവാലിദൈഹി വ അഖാരിബിഹി, ഒരു വ്യക്തിയുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അദ്ദേഹം വസിയത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. സുമ്മ നുസിഖ ബഅദ ദാലിക ഫി സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസായിൽ പിന്നീട് ഇക്കാര്യം നസ്ഖ് ചെയ്യപ്പെട്ടു, ആ വിധി ദുർബലമാക്കപ്പെട്ടു. ഫജഅല ലിൽ വാലിദൈനി നസീബൻ മഅലൂമ, ആ ദുർബലപ്പെട്ടതിന് ശേഷം വസിയത്തിലൂടെയല്ല മാതാപിതാക്കൾക്ക് സ്വത്തോഹരി, പിന്നെയോ മാതാപിതാക്കൾക്കൊരു നസീബൻ മഅലൂമൻ നിശ്ചയിക്കപ്പെട്ടു, അറിയപ്പെട്ട ഒരു വിഹിതം. മിറാസിൻ്റെ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മക്കളില്ല അല്ലെങ്കിൽ സഹോദരങ്ങളില്ല എങ്കിൽ മാതാവിന് 3-1 സ്വത്തോഹരി, മക്കളുണ്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ 6-1 സ്വത്തോഹരി. ആ വിഷയം അതാണ് ഇവിടെ പറയുന്നത്, മാതാപിതാക്കൾക്കൊരു നിർണീത വിഹിതം നിശ്ചയിക്കപ്പെട്ടു. വ അൽഹക ലികുല്ലി ദീ മീറാസിൻ നസീബഹു മിൻഹു, ഈ മരിച്ച വ്യക്തിയുടെ മീറാസ് അർഹപ്പെട്ട അനന്തരം അർഹപ്പെട്ടവർക്കൊക്കെ അയാളുടെ വിഹിതം നിശ്ചയിക്കപ്പെട്ടു. ഒന്നുകിൽ പകുതി, അല്ലെങ്കിൽ 4-1, അല്ലെങ്കിൽ 6-1, അല്ലെങ്കിൽ 8-1, അല്ലെങ്കിൽ 3-1, അല്ലെങ്കിൽ 3-2, ഇങ്ങനെ വിഹിതം.
എന്നിട്ട് ഖതാദ പറയുന്നത് ഫസാറത്തിൽ വസിയ്യത്തു ലിമല്ലാ യരിസ്, അതോടുകൂടി വസിയ്യത്ത് ആർക്കായി? ലിമല്ലാ യരിസ്, അനന്തരം എടുക്കാത്തവർക്കായി. മിൻ ഖരീബിൻ, അത് അടുത്ത ആളുകളാകട്ടെ, വഗൈരിഹി, നീ അകന്ന ആളുകളാകട്ടെ, അടുത്തത് അല്ലാത്ത ആളുകളാകട്ടെ, അനന്തരം എടുക്കാത്തവർക്കാണ് വസിയ്യത്ത്. അനന്തരം എടുക്കുന്നവർക്ക് വസിയ്യത്തില്ല, അവർക്ക് അനന്തരമായിട്ടുള്ള വിഹിതം. ഇതാണ് ഈ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ള വിഷയം, നമ്മൾ പഠിച്ച ഈ വചനം അതിൽ നസ്ഖിന് വിധേയമായ വചനമാണ് എന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെയും ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഒക്കെ അഭിപ്രായം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരമെടുക്കുന്നവർക്ക് വസിയ്യത്ത് പാടില്ല എന്നുള്ളത് ശക്തമായി ഉണർത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഹദീസ് ഇപ്രകാരമാണ് ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജിൽ അവിടുന്ന് ജനങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞ ഒരു വിഷയമാണ്. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹിൻ്റെ ഖുത്ബയിൽ വിഷയീഭവിച്ചതാണിത്. ഇന്നല്ലാഹ ഖദ് ആത കുല്ല ദീ ഹഖ്ഖിൻ ഹഖ്ഖഹു, അള്ളാഹു ഓരോ അവകാശിക്കും അവരുടെ അവകാശം നൽകിയിരിക്കുന്നു സ്വത്ത് വിഹിതത്തിൽ. അതുകൊണ്ട് ഫല വസിയ്യത ലിവാരിസിൻ, ഒരു അനന്തരാവകാശിക്കും വസിയ്യത്ത് പാടുള്ളതല്ല എന്നാണ്. ഫല വസിയ്യത്ത്, യാതൊരു നിലക്കുള്ള വസിയ്യത്തും പാടില്ല. ലിവാരിസിൻ, സ്വത്ത് അനന്തരമെടുക്കുന്നവൻ ആരാണെങ്കിലും, മാതാപിതാക്കളാകട്ടെ മക്കളാകട്ടെ, സ്വത്ത് അനന്തരം എടുക്കുന്നവർ ആരാകട്ടെ, അവർക്ക് അനന്തരമായുള്ള സ്വത്ത് എന്നുള്ളതല്ലാതെ അധികം ആ വസിയ്യത്ത് അതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അംർ ബിനു ഖാരിജ അൽ അസദി റളിയല്ലാഹു അൻഹു സഹാബി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ പ്രസംഗിച്ചു. മിനയിൽ ഹജ്ജത്തുൽ വദാഇൽ തന്നെ. അംർ ബിൻ ഖാരിജ പറയാണ്, തിരുദൂതർ അവിടുത്തെ ഒട്ടകപ്പുറത്ത്, വ അന തഹ്ത ജിറാനിഹ എന്നാണ്, ഞാൻ ആ ഒട്ടകത്തിൻ്റെ കഴുത്തിന് ചോട്ടിൽ, ഒട്ടകത്തിൻ്റെ തലയോടടുത്ത കഴുത്തിൻ്റെ ഭാഗത്തിനാണ് ജിറാൻ എന്ന് പറയാം, ഞാൻ അവിടെയാണ്. വ ഇന്ന ലുആബഹ ല യസീലു ബൈന കത്തിഫയ്യ, ആ ഒട്ടകത്തിൻ്റെ പിന്നെ ലുആബുണ്ടല്ലോ, ഉമിനീർ, അതെൻ്റെ ചുമലിലൂടെ ഒലിക്കുന്നുണ്ട്. ഒട്ടകം തക്സഉ ബി ജിറത്തിഹ എന്നാണ്, അതിങ്ങനെ തിന്നത് തന്നെ ചർവിത ചർവണം നടത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രകൃതി ഉള്ള ഒട്ടകം. അത് എന്തിനാ പറയുന്നത് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ ഒട്ടകപ്പുറത്ത് നിന്ന് സംസാരിച്ചത് ഏറ്റവും അടുത്തു നിന്ന് ഞാൻ കേട്ടു എന്നുള്ളത് പ്രതിഫലിപ്പിക്കാനാണ് അദ്ദേഹം എന്ത് ചെയ്യണത്, ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ വെച്ചിട്ട് ആ ഒട്ടകപ്പുറത്ത് നിന്ന് പറഞ്ഞത്? അത് അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ ഖസ്സമ ലികുല്ലി വാരിസിൻ നസീബഹു മിനൽ മീറാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തര സ്വത്തിൽ നിന്ന് ഓരോ അർഹർക്കും, അനന്തരാവകാശിക്കും അവൻ്റെ വിഹിതം നൽകിയിട്ടുണ്ട്, വീതിച്ച് നൽകിയിട്ടുണ്ട്. പകുതി, 1/3, 4/1, 6/1, 8/1, 3/2, ഇങ്ങനെ ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്ത് വിഹിതം അനന്തരാവകാശിക്ക് വീതിച്ചിട്ടുണ്ട്, സൂറത്തുൽ ബഖറയിലെ ആ ആയത്തുകളിൽ. അതുകൊണ്ട് ഫലാ യജൂസു ലിവാരിസിൻ വസിയ്യ, ഒരു അനന്തരാവകാശിക്കും വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത് അനുവദനീയമല്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം തുർമുദിയും ഇബ്നു മാജയും നിവേദനം ചെയ്യുന്ന ഹദീസ്, അതേപോലെ ഇമാം അഹ്മദ് ഇത് മുസ്നദിൽ നിവേദനം ചെയ്തു. അപ്പോൾ നോക്കൂ, നിങ്ങളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വത്ത് അനന്തരം എടുക്കുന്നവർക്ക് വസിയ്യത്ത് ചെയ്യാൻ അനുവദനീയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനതിവിടെ ഉദ്ധരിച്ചത് എന്തിനാണ്? ഇതൊക്കെ ഉദ്ധരിച്ചത് സ്വത്ത് അനന്തരമെടുക്കുന്നവർക്ക് വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് പാടുള്ളതല്ല. നമുക്ക് അനന്തരമായി സ്വത്ത് കൊടുക്കലുണ്ട്, അത് അനന്തരാവകാശികളായി അർഹിക്കുന്നവർക്ക്. അത് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആരാണ് എന്ന്. പക്ഷെ അനന്തരം ലഭിക്കാതെ ബന്ധുക്കളുണ്ട്, അവരിൽ അടുത്തവരും അകന്നവരുമൊക്കെയുണ്ട്, അവർക്ക് സ്വത്ത് ലഭിക്കണം, അത് അവർക്കാണ് വസിയ്യത്ത്. അപ്പോൾ ദീനിൻ്റെ ഈ ഒരു സൗന്ദര്യം അത് അതേപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ മേൽ ബാധ്യതയാണ്. പലരും ഈ ഒരു വിഷയത്തിൽ അലംഭാവമാണ്, അശ്രദ്ധയിലാണ്, ചിലർ അന്യായം പ്രവർത്തിക്കുന്നവരാണ്. സ്വത്ത് അനന്തരം എടുക്കുന്നവരാണെന്ന് അറിഞ്ഞിട്ടും അവർക്ക് തന്നെ വസിയ്യത്തും ചെയ്യുന്ന ചില
ആളുകളും മുസ്ലിം നാമധാരികളിലുണ്ട് എന്നുള്ളതാണ് സങ്കടകരം. ഇവിടെ നമ്മുടെ വിഷയം കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ. ഈ നിർബന്ധ വിധി നസ്ഖിന് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും നിർബന്ധമായി വസിയ്യത്ത് എഴുതുക എന്നുള്ളത് വിധി ദുർബലപ്പെടുത്തപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു വിഭാഗം പണ്ഡിതന്മാർ അല്ല, ഇത് മൻസൂഖത്തല്ല, പിന്നെ മഖ്സൂസത്താണ്, പ്രത്യേകമാക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ തന്നെ അടുത്ത ബന്ധുക്കളിൽ തന്നെ സ്വത്ത് വിഹിതം അനന്തരമായി തടുക്കപ്പെടുന്നവരുണ്ടാവും. ഇപ്പോൾ മാതാപിതാക്കൾ ആദർശത്തിൽ ദീനിൽ പൊരുത്തമുള്ളവരാണ് എങ്കിൽ അപ്പോഴാണ് അനന്തരത്തിലൂടെ സ്വത്ത് ലഭിക്കുക. മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണ്, വിമതസ്ഥരാണ് എങ്കിൽ മുസ്ലിമായവനെ അനന്തരം എടുക്കാൻ പറ്റൂല. അപ്പോൾ തൻ്റെ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് വസിയ്യത്ത്, അതിലൂടെയാണ് സ്വത്തോഹരി. അതാണ് ഇവിടെ വിഷയം. അതേപോലെ തന്നെയാണ് ഇനി അങ്ങനെയുള്ള അടുത്ത ബന്ധുക്കൾ. പ്രത്യേകിച്ച് മദീനയുടെ പശ്ചാത്തലത്തിലാണ് ആയത്തിറങ്ങുന്നത്. മദീനയിൽ മക്കൾ പലരും ഇസ്ലാം ആശ്രയിച്ച അവസ്ഥയായിരുന്നു. പക്ഷേ മാതാപിതാക്കൾ ഇസ്ലാമിലേക്ക് വരാതിരുന്ന എത്രയോ സഹാബിമാരുണ്ട്. അപ്പോൾ ആ മാതാപിതാക്കൾ ഈ മക്കളുടെ സ്വത്തിൽ വിഗണിക്കപ്പെട്ടുകൂടാ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ മദീനയുടെ പശ്ചാത്തലത്തിൽ അവതീർണമായി ഈ സൂറത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നതിന് നിർബന്ധമാക്കിയത് എന്നാണ് തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്നത്, ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ മാതാപിതാക്കളുടെ ഗണം നേരിട്ടുള്ള മാതാപിതാക്കൾ മാത്രമല്ല, മാതാപിതാക്കളുടെ ഗണം അത് മുകളിലേക്ക് നേരിട്ട് വാപ്പിമ്മയുണ്ട്, അവർക്ക് സ്വത്തോഹരി പോകും. പക്ഷേ വാപ്പാൻ്റെ വാപ്പയുണ്ട്, വാപ്പാൻ്റെ അമ്മ ഉണ്ട്, വാപ്പുള്ള സ്ഥിതിക്ക് അവരിലേക്ക് സ്വത്തോഹരി പോകില്ല. ഉമ്മൻ്റെ അപ്പ, ഉമ്മൻ്റെ ഉമ്മ, അവർക്ക് സ്വത്തോഹരി പോകില്ല. അപ്പം അങ്ങനെയുള്ളവരും മാതാപിതാക്കളുടെ ഗണം അതെത്ര മുകളിലേക്കും മാതാപിതാക്കളാണ്. പിതാമഹന്മാരും പിതാമഹതികളും മഹാന്മാരും മാതൃമഹതികളൊക്കെ മാതാപിതാക്കളുടെ ഗണങ്ങളിലാണ്. പക്ഷെ അവർക്കൊന്നും അനന്തരത്തിലൂടെ സ്വത്ത് ഓഹരി പോകാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് വസിയ്യത്തിലൂടെ സ്വത്ത്, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ വിഷയം. അതുകൊണ്ട് ഇത് അവർക്ക് പ്രത്യേകമാണ്, അനന്തരമെടുക്കുന്ന മാതാപിതാക്കൾക്കുള്ളതല്ല. ഇതാണ് ആയത്ത് പ്രത്യേകമാക്കപ്പെട്ടതാണ്, മതവിധി ദുർബലമാക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ന്യായവും പക്ഷവും. ഏതായാലും ഈ വിഷയത്തിൽ ഒരു അടിസ്ഥാന മസ്അലയാണ് നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ ശ്രവിച്ചത്. ഇനിയും നമുക്കടുത്ത ആയത്തിൽ വസിയ്യത്തുമായി ബന്ധപ്പെട്ട് തന്നെ ചില മറ്റു വശങ്ങളാണ്, വിഷയങ്ങളാണ്. 181 വചനം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രസ്തുത വചനം തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.